നമസ്കാരം. മെരി ക്രിസ്മസ് ആൻഡ് എ വെരി ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. ഞാൻ ആദിത്യൻ. ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ഇന്ന് വളരെ പ്രസക്തമാണ് എന്ന് തോന്നുന്ന ഒരു കാര്യത്തെപ്പറ്റി എന്തെങ്കിലും ചെയ്യണം എന്ന് ഓർത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായി. ആൻഡ് ദിസ് ന്യൂ ഇയർ ഐ എം വെരി ഹാപ്പി ടു ലോഞ്ച് ദിസ് ചാനൽ ഓഫ് മൈൻ. ഇതൊരു ഒരു ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഫോക്കസ് ചെയ്തുകൊണ്ടൊരു സംഗതിയാണ്. ആൻഡ് ഐ വിൽ എക്സ്പ്ലെയിൻ മോർ ഇൻ ഡീറ്റെയിൽ ആസ് വി ഗോ ബൈ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ആക്ച്വലി ഒരു മാർക്കറ്റിംഗ് ടൂളാണ്. നിങ്ങളൊരു ജോബ് ഡിസ്ക്രിപ്ഷനോ ഒരു ഒരു റെസ്യൂമേ എടുത്തു കഴിഞ്ഞാൽ അതും മാർക്കറ്റിംഗ് ടൂളാണ്. അതുപോലെ തന്നെയാണ് എന്ന് വെച്ചാൽ ഇപ്പം ഒരു ഒരു കമ്പനി അവർക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു ജോലി എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ മാർക്കറ്റ് ചെയ്യുന്നത്, അത് ജോബ് ഡിസ്ക്രിപ്ഷൻ വെച്ചാണ്. അതേപോലെ ആ ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്, അത് ആ റെസ്യൂമേ വെച്ചാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ബിക്കോസ് അത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരുപാട് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇതിൽ നോക്കുവാണെങ്കിൽ നിങ്ങളൊരു ഒരു ജോലിക്ക് ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് നടത്തുകയാണ്, അതിനകത്ത് നിങ്ങളൊരു പ്രോഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ അതിലൊന്നും ആദ്യം ചെയ്യേണ്ടി വരുന്നത് ഇസ് നോട്ട് ഇൻഫാക്ട് ദി ആക്ച്വൽ സെയിൽ ഓഫ് ദ പ്രോഡക്റ്റ്. ഇറ്റ് ഈസ് നിങ്ങൾ ആ പ്രോഡക്റ്റിൽ ഒരു വിശ്വാസമുള്ള വ്യക്തിയാണ് എന്ന് ആ പ്രോസ്പെക്റ്റീവ് കസ്റ്റമറിനെയോ ക്ലയൻറ്റിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻ്റർവ്യൂവറിനെയോ തെളിയിക്കുക എന്നതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടി വരുന്ന കാര്യം. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കുന്നതും ഇഫക്റ്റീവ്ലി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സംസാര ശൈലി, നിങ്ങൾ എക്സ്യൂഡ് ചെയ്യുന്ന കോൺഫിഡൻസ്, നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന കോൺഫിഡൻസ്, അതൊക്കെയാണ്. അപ്പം അവിടെയൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു 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 സൈലൻറ്റ് പ്ലേ നിങ്ങൾ കാണുന്നതായിരിക്കും. അതേപോലെ ടെക്നോളജി വളരെ റാപ്പിഡായിട്ട് അഡ്വാൻസ് ചെയ്യാണ്. AI, ML, ഏജൻ്റ് ഉണ്ട്, കോ പൈലറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോഴും വളരെ ഹ്യൂമൻ സെൻട്രിക് ആയ ഒരു സ്കില്ലുണ്ട്. അതായത് വളരെ മനുഷ്യ സഹജമായ ഒരു സ്കിൽ ഇതുവരെ ഒരു AIക്കും നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടില്ല. ആൻഡ് ദാറ്റ് ഈസ് ദി എബിലിറ്റി ടു പ്രോംപ്റ്റ് ആക്ഷൻ ത്രൂ സ്പീച്ച്. എന്താണ് പ്രോംപ്റ്റിംഗ് ആക്ഷൻ ത്രൂ സ്പീച്ച് എന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. പക്ഷേ ഇങ്ങനെയൊക്കെ ഇരുപത് ആലോചിക്കുമ്പോഴാണ് ഐ ഫിഗർഡ് ഇറ്റ് ഈസ് പ്രോബബ്ലി എ ഗുഡ് ടൈം ടു ഡു സംതിങ് ലൈക്ക് ദിസ്. ആൻഡ് ടു ദിസ് വേൾഡ് ഓഫ് കോണ്ടന്റ് ക്രിയേഷൻ ഐ എം റിയലി ന്യൂ. കോണ്ടന്റ് ക്രിയേഷൻ ആയിട്ട് ചെയ്യണമെന്നോ തുടങ്ങണമെന്നോ കരുതിയതല്ല. ഐ വാസ് ലുക്കിംഗ് ഫോർ എ പ്ലാറ്റ്ഫോം ടു റീച്ച് ഔട്ട്, ഒരു വൈഡ് ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിലേക്ക് ഇത് എത്തുക എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പം ഒരു ചെറിയ ക്ലാസ് മുറിയിൽ ഒരു ചെറിയ ഗ്രൂപ്പിനെ അഡ്രസ്സ് ചെയ്യുന്നതിലും എനിക്ക് കുറെ കൂടെ പ്രാക്ടിക്കലായിട്ടും കുറെ കൂടെ ഓപ്പൺ ആയിട്ടും തോന്നിയത് ഈ ഒരു അപ്രോച്ചാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തുന്നത്. ആൻഡ് നൗ ടു ദ സബ്ജക്റ്റ്. ഞാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞാണ് പ്രോംപ്റ്റിംഗ് ആക്ഷൻ ത്രൂ സ്പീച്ച്. എന്താണ് പ്രോംപ്റ്റിംഗ് ആക്ഷൻ ത്രൂ സ്പീച്ച്? നിങ്ങൾ ഏത് കോൺവെർസേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് നോക്കിയാലും ഫോർ ദ ടൈം ബീങ് ലെറ്റ് സെറ്റ് അസൈഡ് ഒരു കാഷ്വൽ സ്മോൾ ടോക്ക് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, അത് നമുക്ക് മാറ്റി നിർത്താം. ഒരു പ്രൊഫഷണൽ സെറ്റിൽ ഏത് കോൺവെർസേഷൻ നിങ്ങൾ നോക്കിയാലും ഇതിൻ്റെയൊക്കെ കോർ ഔട്ട്കം ഇസ് ആക്ഷൻ. അതായത് നമ്മൾ പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു ആളോ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോ ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പം അതിൽ നിങ്ങളൊരു മാനേജർ ആയിരിക്കാം, സീനിയർ മാനേജർ ആയിരിക്കാം, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കാം. ഇതിൽ നിങ്ങളൊരു ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു ഡെയിലി ബേസിസിൽ നടക്കേണ്ടി വരുന്നുണ്ട്. ഒന്ന്, നിങ്ങളുടെ സീനിയർ സ്റ്റേക്ക് ഹോൾഡേഴ്സിലേക്ക് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുന്നു. രണ്ട്, നിങ്ങളുടെ ഡൗൺ സ്ട്രീം ടീം ആൻഡ് ഡയറക്റ്റ് റിപ്പോർട്ടീസിൻ്റെ അടുത്ത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്താണ് മുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുന്നത്? ഒന്ന് ഇസ് എന്താണ് നിങ്ങളുടെ ടീമിൻ്റെ പെർഫോമൻസ്, റിസൾട്ട്സ് അച്ചീവ്ഡ്, എന്താണ് അവരുടെ നീഡ്സ്, റിക്വയർമെൻറ്റ്സ്, ഇതൊക്കെ മുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരിക. അത് ഇഫക്റ്റീവ്ലി നടക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അതേപോലെ താഴേക്കോ നിങ്ങൾക്കൊരു കാര്യം നടത്തിയെടുക്കണമെങ്കിൽ ഇങ്ങോട്ടുള്ള മെസ്സേജിങ് ഷുഡ് ബി വെരി ക്ലിയർ, ക്രിസ്പ് ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. അവിടെയും ഇഫക്റ്റീവ്നെസ് പ്ലേസ് എ കീ റോൾ. ഇത് രണ്ടും നടന്നാൽ മാത്രമേ നിങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റോൾ അവിടെ പൂർത്തിയാവുന്നുള്ളൂ. ആൻഡ് ഇത് നോക്കിയാൽ രണ്ട് ടീംസ് എക്സാക്ട് സെയിം മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഒരു ടീം ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതിൻ്റെ പുറത്ത് അവിടെ കുറേ ആക്ഷൻ നടക്കുന്നു, റിസൾട്ട്സ് നടക്കുന്നു, ഡെലിവറബിൾസ് വരുന്നു, ഔട്ട്കം കാണുന്നു. ഇപ്പുറത്ത് അതേ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിന് കാര്യമായി അനക്കമൊന്നും തന്നെ കണ്ടില്ല. എന്തുകൊണ്ട് എന്നുള്ളത് അനലൈസ് ചെയ്താൽ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കേൾക്കും, എനിക്ക് അതിൽ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത മെസ്സേജിൽ എനിക്കൊരു ഏർജൻസി ഫീൽ ചെയ്തില്ല, ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഈ സൈഡിൽ സംഭവിക്കുന്നത്. എന്ത് തന്നെയായാലും ഇവിടെ ഔട്ട്പുട്ട്സ് വർ നോട്ട് അച്ചീവ്ഡ്. അപ്പം ദീസ് ആർ ഓൾ ആപ്ലിക്കേഷൻസ് ടു ഹൗ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ചേഞ്ച് ദ കോഴ്സ് ഓഫ് യുവർ ലൈഫ്, ഇൻ ദ സെൻസ് പ്രൊഫഷണൽ ആയിക്കോട്ടെ പേഴ്സണൽ ആയിക്കോട്ടെ. ഇനി ഇത് മലയാളികൾക്ക് എന്തുകൊണ്ട് ഇമ്പാക്റ്റ്ഫുൾ ആണ്, അല്ലെങ്കിൽ നമ്മളെങ്ങനെ എന്തിനിത് നമുക്ക് എന്നുള്ളത്
കൂടെ ഇവിടെ പറയേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മൾ മലയാളികൾ പല കൺട്രീസ് എക്സ്പ്ലോർ ചെയ്യുന്നു, പല സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ, വിതിൻ ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യുന്നു, പലയിടത്ത് സെറ്റിൽഡാണ്. ഇവിടെയൊക്കെ കഴിഞ്ഞും നമ്മൾ ഒരു 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 സംസാരിച്ച് ഒരു കോൺവെർസേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കേൾക്കും, കേരളയിൽ നിന്നാണോ അല്ലെങ്കിൽ മലയാളിയാണോ? അപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കും, ഞാൻ സംസാരിക്കുന്നത് ഇംഗ്ലീഷ്, നിങ്ങൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷ്, ഞാൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു? അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ ഇതിൽ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ആയിപ്പെടുന്നതിലോ അല്ലെങ്കിൽ ഒരു മലയാളിയായിട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നതിലോ ഒരു വിരോധമില്ല. പക്ഷേ അങ്ങനെ ഇരുന്നാലും ഒരു ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ നമ്മൾ നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ മാത്രമായൊരു ഇൻഡിവിജ്വൽ ക്യാരക്ടർ അവിടെ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നതാണ് നമ്മൾക്ക് എപ്പോഴും കൂടുതൽ ഗുണം ചെയ്യുക. ആൻഡ് നാളെ ഇപ്പം നിങ്ങൾ നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോംപ്റ്റിംഗ് ആക്ഷൻ ത്രൂ സ്പീച്ച്, നാളെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ നമ്മൾ സംസാരിച്ചൊരു ആളുടെ അടുത്ത് ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മെമ്മറബിൾ ആയ ഒരു കോൺവെർസേഷൻ നടത്തിയതിലൂടെ അവർ നിങ്ങളെ നാളെ ആ കോൺവെർസേഷൻ എന്നും ഓർത്തിരിക്കുന്നു. ദാറ്റ് ഈസ് എ ഗുഡ് നെറ്റ്വർക്ക് ടു ഹാവ്. എന്ന് വെച്ചാൽ നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കാര്യം നേടിയെടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലുള്ള ഒരു റിസൾട്ട് അച്ചീവ് ചെയ്യാൻ ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാനോ ഒക്കെ നാളെ സഹായം ചോദിക്കാനോ ഒന്നും ഒരു മടി ഉണ്ടാവേണ്ട കാര്യമില്ല. അങ്ങനെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ നേടിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇരിക്കെ നമ്മൾ വി നീഡ് ടു സെറ്റ് എ ഫ്യൂ എക്സ്പെക്ടേഷൻസ് റൈറ്റ് അറൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യില്ല എന്നുള്ളത്. ആൻഡ് നമ്മൾ എന്ത് ചെയ്യില്ല എന്നുള്ളതിൽ ആദ്യം തുടങ്ങാം. ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ബി എ ടിപ്പിക്കൽ ട്രെയിനിങ് വീഡിയോ. അതായത് ഇവിടെ വലിയ തിയറി, ഗ്രാമർ, ലിറ്ററേച്ചർ, സെൻറ്റൻസ് സ്ട്രക്ചർ, ഇതിലൊന്നും നമ്മൾ ഒരുപാട് ഫോക്കസ് ചെയ്യില്ല. ബിക്കോസ് നമ്മൾ ഇതൊക്കെ ഒരുപാട് സ്കൂളിൽ പഠിച്ചതാണ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ട് പോലും നമുക്കിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ നിന്നൊരു കാര്യം സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു ഐഡിയ പ്രസൻറ്റ് ചെയ്യാനോ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദർ ഇസ് സം മിസ്സിംഗ് ലിങ്ക്, ഒരു മിസ്സിംഗ് പീസ് ഉണ്ട്. അത് കണ്ടുപിടിക്കുക, അതിനെ നമ്മൾ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യുക, അതിൻ്റെ പുറത്ത് വർക്ക് ചെയ്ത് അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ദർ ഇസ് നോട്ട് ഗോയിങ് ടു ബി ഒരു 30 ഡേ പ്രോമിസ് അല്ലെങ്കിൽ ഒരു 60 ഡേ പ്രോമിസ്. 30 ദിവസത്തിലോ 60 ദിവസത്തിലോ നമ്മൾ ആരും പ്രാസംഗികരാവേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, ഇതൊരു സ്കില്ലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതൊരു സ്കില്ലായിട്ട് തന്നെ നമ്മൾ അതിനെ കാണുന്നു, അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. വി ഫോക്കസ് ഓൺ കൺസിസ്റ്റൻസി ആൻഡ് പ്രാക്ടീസ് ടു ബിഗിൻ വിത്ത്. അതായത് നമ്മൾ ഒരു ആസ് വി പ്രോഗ്രസ്, ആസ് വി മൂവ് ഫോർവേഡ്, വി സ്റ്റാർട്ട് ഫീലിംഗ് ഇൻക്രീസിംഗ്ലി കോൺഫിഡൻറ്റ്. അപ്പം നമ്മുടെ ഫോക്കസ് ഇസ് ഓൺ കോൺഫിഡൻസ്. ആ കീ വേർഡ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. വി ഫോക്കസ് എ ലോട്ട് ഓൺ കോൺഫിഡൻസ്. അപ്പം ഇതാണ് എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കാനുണ്ടായിരുന്നത്. എന്താണ് നമ്മൾ ചെയ്യുക എന്നുള്ളതിനെയൊക്കെ പറ്റി. ആൻഡ് നിങ്ങൾക്ക് തോന്നുവാണ് ഇത് നിങ്ങൾക്ക് ഗുണമുണ്ടായേക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭാഗമാവണം എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ എന്നെ ഡു ലെറ്റ് മീ നോ. കമൻസോ അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബോ ആയിട്ട് ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ബി ഏബിൾ ടു ബെറ്റർ പ്ലാൻ ആൻഡ് ഡിസൈൻ ദ ഹോൾ പ്രോഗ്രാം. അതേപോലെ തന്നെ ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു വളരെ ഫ്ലെക്സിബിൾ അഫെയർ ആയിരിക്കും. നിങ്ങൾ ഒരു അഭിപ്രായങ്ങളോ സജഷൻസ് ആൻഡ് ഫീഡ്ബാക്ക് കോമൻറ്റ് ബോക്സിലിടൂ. ഞാൻ അതിനനുസരിച്ച് എൻ്റെ ഈ പ്രോഗ്രാം ക്യൂറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഒബ്വിയസ്ലി ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ചിലപ്പോൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു പോപ്പുലർ ഒപ്പീനിയൻ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്കിത് നടത്തിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഗുണം ഇതിൽ നിന്ന് നേടിയെടുക്കാവുന്നതും ആയിരിക്കും. അപ്പം അതൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. താങ്ക് യു വെരി മച്ച്. ചിയേഴ്സ്.